പോലെയല്ല അവള് പരാതി പറയുന്നുണ്ട്. അവൾ എന്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്. എന്നാ ചേച്ചി എടുത്തേ കൈയൊക്കെ പോകുന്നുണ്ട്. അച്ഛയും അമ്മയും ലച്ചൂട്ടിയും ആമിയും ചിറ്റാമ്മയും അമ്മയും കൂടെ എന്നെ ഇട്ടിട്ട് ഇവിടുന്ന് പോയി. രവം ഹരിത വൃന്ദാവനം ഹരിമുരളി വിട്ട് അടുത്ത ലൈൻ പാട്. അപ്പൂസിനെ വിളിച്ചായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഞാൻ. അപ്പം അപ്പൂനെ വിളിച്ചപ്പോൾ ഉറങ്ങുവാന്ന് പറഞ്ഞു കിടന്ന്. എങ്ങനെയുണ്ട് ആമി? പൂപ്പറാണോ? കഴിഞ്ഞിട്ടെ കുഞ്ചി എല്ലാരോടും പറ നോക്കാൻ പറ നോക്കിക്കോണേന്ന് പറ. കൊള്ളാം കൊള്ളാം. അടിപൊളിയാണോ? തെറ്റി നോക്കി. അപ്പോൾ വീഡിയോയോട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. വിന്റർ വരികയാണ്. അപ്പോൾ വിന്റർ വരുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഫേസിലും കാര്യങ്ങളൊക്കെ മാറ്റം വരും. അതായത് നമ്മുടെ ഫേസ് നല്ലപോലെ ഡള്ളാവും, അതുപോലെ തന്നെ നല്ല ഡ്രൈ ആവും. അതിനുവേണ്ടി കുറേ നമ്മൾ പോംവഴികളൊക്കെ കണ്ടെത്തും, കുറേ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ഫേസ് നല്ലപോലെ മോയ്സ്ചറൈസ് ആവും. പക്ഷേ നമുക്ക് ആ ഒരു ഗ്ലോയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതിനൊരു പോംവഴിയായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് മാമാഅർത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ. വൈറ്റമിൻ സിയും ഗോട്ടുകോളയും ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ പാരബീനോ സിലിക്കൺസോ ഒന്നും അടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ്. എല്ലാ സ്കിന്നിനും ഇത് സ്യൂട്ടബിളും ആണ്. നമ്മുടെ സ്കിന്നിന് ഇത് 24 hours ഹൈഡ്രേഷൻ നൽകുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആണ് സ്കിന്നിന് ഗ്ലോ നൽകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അവസാനം ആ ഒരു റിസൾട്ട് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. എന്നിട്ട് നല്ല സ്മെല്ലാണ്. അപ്പം നമുക്ക് സർക്കുലർ മോഷനിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മോയ്സ്ചറൈസേഷനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ ഞാൻ വാങ്ങിയതാണ് വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സെറം. ഇതിനകത്ത് 5% വൈറ്റമിൻ സിയും 5% നിയാസിനിമൈഡും അതുപോലെ തന്നെ ഇതിനകത്ത് ടെർമറിക്കും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് ഗ്ലോ തരുന്നു. അതുപോലെ തന്നെ നിയാസിനിമൈഡ് നമ്മുടെ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ടെർമറിക്ക് നമുക്ക് ഒരു നാച്ചുറൽ ഗ്ലോയും കാര്യങ്ങളും ഒക്കെ നൽകുന്നു. ഈ ഒരു സെറം നമുക്ക് രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പം ഫേസ് സെറോ ഇതിലൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഡെയിലി ഗ്ലോ ഫേസ് സെറം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ ഫുള്ളി അബ്സോർബ് ആവുന്നോടം വരെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതും മെയ്ഡ് സേഫ് ആണ്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന 50 മടങ്ങ് വൈറ്റമിൻ സി നമുക്ക് റേഡിയൻറ്റ് ഗ്ലോ നൽകാൻ സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ പ്രൊഡക്ട്സിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പം മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക എന്നിവയിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോഡായ WIL 2023 കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കും. മാമാഅർത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ്. അതായത് നമ്മൾ മാമാഅർത്തിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ പേരിൽ അവർ ഒരു മരം നടുന്നുണ്ട്. അത് 2025 കൂടി 1 മില്യൺ ആക്കാനാണ് അവരുടെ ലക്ഷ്യം. മറ്റൊരു പ്രത്യേകതയാണ് ഓഫ്ലൈൻ പ്രസൻസ്. അതായത് നമുക്കറിയാം ആമസോണോ, ഫ്ലിപ്കാർട്ട്, നൈകയിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് ലഭിക്കുന്ന പോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലും ഇപ്പം മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹലോ ഹലോ ആട്ടം നിർത്തിട്ട് നാഗലി ആട്ടം നിർത്തിട്ട് അല്ല എന്നിട്ട് വെക്കുന്നേ ഒങ്ങാൻ പറ്റിയില്ലേ? അപ്പൂച്ചി ഇല്ലാത്തോണ്ട് ഒങ്ങിയില്ലേ? അപ്പൂച്ചി ഇന്നലെ പോയി. പിന്നെ ആ കൊച്ചു എണ്ണീറ്റവൾ പിന്നെ ഉറങ്ങിയത് 6 മണി കഴിഞ്ഞ. ഇവിടെ വന്ന് കിടന്നിട്ട് മേളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമായിരുന്നു. എൻ്റെ മുഖത്തോട് ചുമ്മാ നോക്കി കണ്ണി നോക്കി കിടക്കുമായിരുന്നു. മറിയാമ്മ എന്നിട്ട് അപ്പൂസിനെ 6 മണിക്ക് ഞാൻ അപ്പൂനെ വിളിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ശ്രദ്ധിച്ച് കേട്ട് ഇങ്ങനെ നടക്കും. അപ്പൂസപ്പ പറഞ്ഞ് ഫോണും ചെവി വെച്ച് കൊടുത്തേരി എച്ചുവിന്ന് വിളിക്കുമ്പോൾ കണ്ണ് മുഴിപ്പിച്ച് നോക്കുക എവിടുന്ന സൗണ്ട് കേൾക്കുന്നതെന്ന് വെച്ചിട്ട്. അപ്പൂച്ച ഇങ്ങനെ പോകാൻ വിളിച്ചോ കുഞ്ഞിനെ വിളിച്ചോ? അപ്പൂച്ച അവിടെ പോയി. അപ്പൂച്ച എവര് പോയിന്ന് മുട്ടിച്ചി ഇന്ന അപ്പൂച്ച എവര് പോയിന്ന് മുട്ടിച്ചി ഇന്ന അപ്പൂച്ച എവിടെ പോയി മുട്ടിച്ചി നീച്ചുവാ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറ. എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ. അതാ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ജലദോഷമുണ്ട്. അച്ചടപ്പൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്. ഇനി ഭയങ്കര ഡിസംബറാണ്, നല്ല മഞ്ഞുള്ളതാണ്. പനിയുടെ കൂട്ടത്തിൽ തൊണ്ടയടപ്പും തണുപ്പ് കാരണം ഉള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. എണീക്കാം ബാ. അവള് അപ്പോൾ വരെ ഉറങ്ങാതിരുന്നിട്ട് ഇപ്പോൾ 10 മണിയായേ. ഇപ്പോഴാ കുറച്ച് സമയം 1 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീറ്റ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ആ ലച്ചുവിനെ കൂടെ ഒരു പ്രശ്നമില്ല കേട്ടോ. ലച്ചൂട്ടി കിടന്ന് രാത്രി ഫുൾ ഉറങ്ങിക്കോളും. ഇടയ്ക്ക് എണീറ്റ് വല്ല കുടിക്കുക പിന്നെ ഉറങ്ങിക്കോളും. അങ്ങനെ കുറച്ച് കുഞ്ഞിരുത്ത പോലെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ചുഞ്ചിരിക്കുട്ടപ്പനായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും.
ഞാൻ കൂടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനെങ്ങാനും തിരിയുമ്പോൾ ഇല്ലെങ്കിൽ സീന, അല്ലെ അപ്പൂസെങ്കിലും കാണാം. ഞാനില്ലെങ്കിൽ ഭയങ്കര സീനാക്കും. ചാരെ പോവാം. ഇനി ഇടയ്ക്ക് ആമി ചേച്ചിയൊക്കെ വന്നായിരുന്നു. ആമി ചേച്ചി അന്ന് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ചാരോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ചുരേച്ച. എണീച്ച് വാ ഇജി എണ്ണിക്കിരി എന്ന് പറഞ്ഞിട്ട് പോയേക്കുന്നത്. ഇവളവിടെ കിടക്കുമായിരുന്നു. അവിടെ നിന്നിട്ട് നേരെ എൻ്റെ നെഞ്ചത്ത് വന്ന് പിന്നെ വന്ന് കയറി. ആമി വന്ന് വിളിച്ചപ്പോൾ ദേഷ്യം കയറിട്ടോ ദേഷ്യം കയറില്ല. വാ കൈതാ അങ്ങോട്ട്. അയ്യപ്പോ മൊട്ടമ്മ, ഈ മൊട്ടമ്മ ഇന്നെ മൊട്ടമ്മയാണോ? ഒറ്റമ്മയാണിത്. തക്കീനെ കാണാൻ നല്ല ജച്ചുണ്ടല്ലോ ഇതിനകത്ത് കൂടെ. ശുന്തിരി ശുന്തിരി പാത്തേ കണ്ണ് പാത്തേ കണ്ണ്. അയ്യോ ഊരാ മുടിയില്ലല്ലോ ഊരിപ്പോയല്ലോ കുഞ്ചു അടാതെ. ഇറങ്ങി വാ, നടന്നിറങ്ങി വാ. എനിക്കെങ്ങും എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇറങ്ങി വാ എല്ലാവരോടും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരോടും സ്വാഗതം പറഞ്ഞേ. സ്വാഗതം പറ ഇങ്ങനെ പറയുന്ന അപ്പൂച്ച ഇങ്ങനെ പറയുന്നത്. വിയാളവിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണേ. ഇത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകട്ടെ. നമുക്ക് രാവിലെ എന്നിട്ട് നമ്മൾ ആമിച്ചേനെയും രരീനെയും ചുരിയച്ചേനെയും ഇന്ന് സൺഡേ അല്ലേ, എല്ലാവരും ഇന്നെടുക്കാമെന്നെല്ലാം നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൂച്ച ഓണ്ട് വേ ആയിട്ട് ഓടി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കൈ വെച്ച് കുഞ്ഞിക്കൈ നേരെ അങ്ങോട്ട് പോവാം. അമ്മമ്മേ ഇതാരീ? അയ്യോ കാണുന്നില്ലേ ചിക്കുട്ടീനെ? ഉണ്ടായിരുന്നോ? ഇരിപ്പ് നോക്കിക്കത്തില്ല. ചുന്തിരി അമ്മയുടെ ചുന്തിരി. ഇല്ല പോയില്ല. ഇവിടെ വാ കുഞ്ചി എടുത്തോ. എന്നിട്ട് വാടി പറയാം. ആണ്ട് കിടന്നുറങ്ങാൻ പോകുന്നു. ആണ്ട് തന്നെ ഉണങ്ങാൻ പോകുന്നു. എന്നാ ഇത്? അമ്പലത്തിൽ പോയി ശിര വാങ്ങിച്ചിട്ട് വന്നാണ് തരുത്. ആണോ? കെട്ടാൻ വന്നാണോ? ആമയാണ് കെട്ടിത്തരുന്നേ? ആമിക്ക് ചുട്ടി കെട്ടാനാണോ? ആമ കെട്ടിയോ? താഴെ പോയി കേട്ടോ. ഇറങ്ങി താഴോട്ട് ഇറങ്ങി പിടിച്ചിറങ്ങണേ. പിടിച്ചു കൈ പിടിച്ചുട്ടോ. മറിയാമ്മ തന്നെയെല്ലാം കയറി വരും കേട്ടോ. ഇവിടെ വളച്ച് നീണ്ട് കയറി വരും. ആ ചരടേന്ന് കൈ വിട്ട് പിടിച്ചറിയിക്കേ. ഇതാരാടി പപ്പുവോ? ഇതേതാടി ഈ പപ്പു? ഇത് സുരപ്പപ്പുവോ? ഇത് കൊച്ചു പപ്പുവോ? ചുട്ടി പപ്പു ഒന്നുമല്ല. ഇത് നീ കുളിച്ചിട്ടാണോ നീ പൂ വെച്ചേക്കിന്നെ അമ്പത്തിയിലെ? കുളിക്കാത്ത മറിയാമ്മ അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി അർച്ചനയൊക്കെ കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. ചരട് പൂജ ലക്ഷ്മി അവിട്ടം സുരേഷ് രോഹിണി. പിന്നെ എന്നിട്ടേക്കുന്നു ആരാ ക്യാമറക്കാരൻ അനീന ആയിഷീന്റെ എഴുതാതെ ഏന്ന് മാത്രം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സുകന്യക്ക് ഉത്തരം. ഇത് ആമി, അത് അമ്മലിന്റെ. അയ്യോ ഇത് അമ്മലിന്റെ, അത് ആമിയുടെ. വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പപ്പുവിന്റെ കയ്യിലിരിക്കുവാണോ? ഇതെന്നാ മോനെ ഇത്? ഇതെന്നാ മോനെ രാവിലെ തിന്നുന്നേ? ഹെൽത്തി ഫ്രൂട്ട്സ് ഒക്കെയാണോ തിന്നുന്നേ? മാങ്ങ എങ്കിൽ മാങ്ങ. ശീലം വാങ്ങിച്ചിട്ട് വന്നെയാണോ മാങ്ങ?
മാങ്ങ കൊതിച്ച് ഭയങ്കര, പക്ഷെ മാങ്ങ സീസൺ അല്ലേ. കഴിഞ്ഞ ദിവസം അപ്പനോട് പറയാ രാത്രി അപ്പൂച്ച മാങ്ങ വേണം, മാങ്ങ വാങ്ങിച്ചത് തിന്നെന്തെങ്കിലും തിന്ന് മാങ്ങ തിന്ന് മാങ്ങ തിന്ന് എവിടെ വെച്ചാ അതിലോ. ഓ തരടി കെട്ടി ഒരുപാട് മുറുക്കണ്ടല്ലോ. വേണ്ട ഒത്തിരി ആയിട്ടേക്കണ്ട. അത് താത്ത ഇറക്കിയാലേ അറിയത്തുള്ളൂ. ചിന്നി എന്താ കുമാരി രാവിലെ തിളക്കുന്നു ഇളക്കല്ലേന്ന് പറഞ്ഞ ഓടി വന്നതാ. കപ്പ വേവിച്ചിട്ട് ഇനി അത് ഉടയ്ക്കാൻ പോവാണ്. പാവപ്പൂസ് കാണുന്നുണ്ടല്ലോ വലിയ വെക്കും അതെനിക്കറിയാം. എല്ലാം കടുക് കാണിച്ചങ്ങോട്ട് ഇട്ട് ഒളിഞ്ഞമ്മ അത് ഉടയ്ക്കട്ടെ. അമ്മയുടെ ഇതാ നീര് കൈ വെച്ചിട്ട് ഉടയ്ക്കട്ടെ. നിങ്ങളിത് മസിലൊന്നും വിചാരിക്കില്ല, ഇത് നീര് കണ്ടില്ലേ. കൊച്ചു കിടക്കുന്ന അപ്പടി നീര്. ഇത് ഇവിടെ അവള് കൈത്തണ്ടേ മാത്രം ആമി കിടക്കത്തുള്ളൂ, കൈത്തണ്ടേ ഇറങ്ങത്തില്ല. ഇത് നീരാ. ഇത് കണ്ടു മാറത്തില്ല. എന്ത് ചെയ്ത് ഇത് മറ്റേ ഇതായിട്ട് സരകിയായിട്ട് ഇതായി കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ നീര. അതങ്ങനെ കിടക്കുന്നു. കൈ മാറ്റാൻ സമ്മതിക്കത്തില്ല. കള്ളം കപ്പ അതില്ല, അതില്ല. ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ട്. അപ്പൂസ് ഉണ്ടെന്ന് വിചാരിച്ച് ചായ വെച്ച് ചായ കൊണ്ടുവരാൻ വരുമായിരുന്നു മേലോട്ട്. എന്നിട്ട് ആ 2 ഗ്ലാസും കൂടി ഞാനും കുടിച്ചേക്കാന്ന് വിചാരിച്ചു. ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതെ, വിറ്റാമിൻ ഡി കണ്ണീന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന കാഴ്ചക്ക് നമ്മളെ നോക്കുമ്പം ഒരു സാധനത്തിലോട്ട് ഇങ്ങനെ കുറേ നേരം നോക്കുമ്പോൾ കണ്ണങ്ങ് നിറയും. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയത് ഞാൻ. അപ്പോൾ ആണെങ്കിൽ കണ്ണാടി വെച്ചിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞു, കണ്ണിന് വേറെ ടെസ്റ്റുകളും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. കാരണം പതുക്കെ ഇനി കാഴ്ച ഇതാവുമെന്ന് പറഞ്ഞു. ഒന്നും വെച്ചിട്ട് കാണത്തില്ല, ആകെ മായും യായും മാത്രമേ, അതായത് വലിയ ബോർഡിലുള്ള വലിയ മായും തൊട്ട് താഴത്തെ യായും മാത്രമേ കാണത്തുള്ളൂ. ബാക്കി താഴോട്ടുള്ള ഒന്നും ആരും നിന്നാലും കാണത്തില്ല. ഭയങ്കര മൂടല്ല അല്ലേ, മൂടലാട്ടോ ഭയങ്കര. പക്ഷെ എങ്കിലും ചിറ്റാൻ പത്രം വായിക്കും കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ വലിയ ശരി ഇങ്ങനെ ഇത് പിടിച്ച് അങ്ങനെ എഴുതാൻ വായിക്കുന്നുള്ളൂ. ഇത് കണ്ടു ഇപ്പൊ കണ്ണ് ഇത് വെള്ളം എടുക്കുന്നുണ്ടോ. അപ്പൊ ഒരു തുള്ളിമരുന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, അതാ ഒഴിക്കുന്ന. നേരത്തെ അത് തന്നെ ഒഴിച്ചോണ്ടിരുന്നത്. വേറെ എന്ന് വെച്ചാൽ കണ്ണാടി നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ആന്റി വാങ്ങിച്ചെന്നല്ല കണ്ണാടി, ആന്റി വാങ്ങിച്ചെന്ന കണ്ണാടി. പക്ഷെ അത് വെച്ചാലും ഇതില്ല. അത് ഞാൻ വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാണത്തില്ല കേട്ടോ. നല്ല പൈസ കൊടുത്ത് ആന്റി നോക്കി ടെസ്റ്റ് എല്ലാം ചെയ്ത്. പക്ഷെ എനിക്ക് വേറെ പ്രശ്നമായിട്ടൊന്നും ഇല്ല, തിമിരം വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. മറ്റേ ഇത് പ്രായത്തിന്റെ ആയിട്ടുള്ള അല്ല, അതല്ലാണ്ട് അവര് അറിയാത്തോണ്ട് പറഞ്ഞതാ. ഇവിടെ ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ പോയപ്പോ കൊച്ചു ഡോക്ടറായിരുന്നു. അപ്പം മരുന്ന് ഒന്നും തന്നില്ല, ഒന്നും പറഞ്ഞില്ല. പേടിയാന്ന് പറഞ്ഞു ഡോക്ടറിന് മരുന്ന് തരാൻ. ചില അങ്ങനെ പഠിച്ചിറങ്ങിയല്ലേ ഉള്ളു. അപ്പൊ ചെറിയ ഹോസ്പിറ്റലല്ലേ, ഹെൽത്ത് സെന്റർ. അപ്പം ചങ്ങനാശ്ശേരി കൊണ്ട് കാണിക്കണം പറഞ്ഞുകൊണ്ട് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് തുള്ളിമരുന്ന് മാത്രം ഓരോ തുള്ളി. ഒരു കണ്ണിനെ ഇച്ചിരി കാഴ്ചയുള്ളൂ, ഇത് നിന്നെ കാണത്തില്ല. ഇതടച്ചിട്ട് നോക്കുമ്പോൾ നീ നിൽക്കുന്ന മൂടൽ പോലെ കാണാം. നമ്മുടെ കണ്ണിലൊക്കെ എണ്ണ പോകുമ്പോ ഉള്ളത്. ഇതിലേത് ചെവിയാ? പിന്നെ വെയിലത്ത് ഇതിലേത് ചെവിയാ? ചെവി ഒട്ടും കേൾക്കില്ല. ഈ ചെവി അതായത് വലത്തെ ഇത് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ചെവി വലത്തെ കണ്ണും വലത്തെ കൈയും എല്ലാം പോയിരിക്കും. അയ്യോ എനിക്ക് വയ്യ. കപ്പയ്ക്ക് മത്തിക്കറി ഉണ്ടോ നമ്മൾ കുറെ നേരിട്ട് പറയുന്നുണ്ട്. കപ്പയ്ക്ക് മത്തിക്കറി ഉണ്ട്, കുഞ്ഞമത്തി ഇത് ഉടച്ചിട്ടുണ്ട്. അപ്പൂസിന് ഇഷ്ടമുള്ള പരുവാണ് കേട്ടോ ഇത്. പക്ഷെ നേരത്തെ അമ്മ ഇളക്കുന്നതിന് മുന്നുള്ള പരുവില്ലേ, അതാണ് എനിക്കിഷ്ടം കൂടുതലും. അപ്പോൾ ഇങ്ങ് വന്ന പിന്നെ ഇല്ല, ഇത്രയും അമ്മ ഇത്രയും ഉടയ്ക്കും അമ്മ. ഇനി ഇച്ചിരി കൂടെ മറ്റേ തേങ്ങാപ്പാൽ അമ്മ കഴിക്കത്തില്ലായിരുന്നു അമ്മ. ഇപ്പൊ ഒരു കപ്പ ഉണ്ടല്ലോ, പാൽക്കപ്പ. ഈയിടെയല്ല ഞങ്ങൾക്ക് അതായിരുന്നു. അത് അപ്പൂസ് നമ്മൾ നിർത്തി വായിപ്പിച്ചത് കപ്പ എന്നെ അങ്ങോട്ട്. കപ്പ വാങ്ങിച്ചിട്ട് വേറെ എവിടെ നിർത്തിയില്ല. എനിക്കൊരു വെള്ളം വാങ്ങിക്കാൻ പോലെ നിർത്തത് അപ്പൂസിന്റെ കപ്പ ഉണ്ടപ്പോ നിർത്തിയിട്ട് അറിയാം കപ്പ വാങ്ങിച്ചിട്ട്. നല്ല നല്ല കപ്പയായിരുന്നു അല്ലേ, നല്ല കപ്പ. അമ്മ അത് ഉടയ്ക്കട്ടെ. മേട് കാണിക്കുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്. അവൾ എൻ്റെ അടുത്ത് പരാതി പറയുന്നുണ്ട്. എന്നാ ഞാൻ ചേച്ചി എടുത്തേ കൊണ്ട് കൈയൊക്കെ പോകുന്നുണ്ടോ അഹങ്കാരി. ചൂട്ടി അവിടെ മുട്ടത്തല്ലി ഒരെണ്ണം കൊടുക്കുക ചൂട്ടി. മതി മതി മതി. അയ്യോ ഞാൻ നനഞ്ഞ് കുളിച്ച് വന്നു നമ്മുടെ കടയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. പിന്നെ പകുതിക്ക് നിർത്തി പോരാൻ പറ്റത്തില്ലായിരുന്നു, കാരണം
കടയിൽ ഒരാൾ നോക്കി എടുക്കുന്നുണ്ട്. ചേട്ടൻ വണ്ടി എടുത്ത് നമ്മുടെ എൻ്റെ വണ്ടി വിറ്റ് പോകാൻ. അപ്പം അത് പാക്ക് ചെയ്തിട്ട് രാത്രി ഞങ്ങൾ വെച്ചായിരുന്നു ചേട്ടനും ഞാനും കൂടെ. അപ്പോൾ അതെടുക്കാൻ ചേട്ടൻ വരുന്നുണ്ട്. അൻസു എന്ന് പറഞ്ഞ ചേച്ചിയുടെ ബ്രദർ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കടയിൽ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതപ്പം മഴ പെയ്ത് നല്ല മഴയാണ്. മുഴുവൻ നനഞ്ഞായിരിക്കും. ഈ ദിവസം കൊണ്ട് അറിയുന്നേ ഇല്ല. എൻ്റെ ഇതിൽ കണ്ടോ ഒട്ടിപ്പിട്ടിരിക്കുന്നു മുഴുവൻ വെള്ളമാണ്. നിന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ കേസിലൂടെ അവിടെ ആയപ്പോഴും നല്ലതായിട്ട് ശരിക്കും ഞാൻ കയറി വന്നു. തുടച്ചിട്ട് അങ്ങോട്ട് തുടച്ചിട്ട് കയറിക്കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ കടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആദ്യം കുളിപ്പിക്കാൻ നമ്മൾ തുടങ്ങിയില്ല. ചുടിനെ കുളിപ്പിച്ച് കയറ്റി അവരെ കഴിപ്പിച്ചിട്ട് ഞാൻ പോകുന്നത്. കടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാനൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഡബിൾ സൈഡ് ടേപ്പ് മാത്രം വായിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പ് മാത്രമല്ല ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചും മഴ നനഞ്ഞ് കുളിഞ്ഞ് കയറി വീട്ടിൽ വന്നപ്പം വീട് പൂട്ടിയിട്ടേക്കുന്നു. കഴിച്ച് ഇവിടെ ആരും ഇല്ല. വീട് പൂട്ടിയിട്ടേക്കുന്നു. അവർ ഞാൻ കുറേ ബെല്ലടിച്ച് അവരിവിടെ ഒന്നും ഇല്ല. വെട്ടക്കുറവുണ്ട്. കാരണം വെളിയിലെങ്ങും വെട്ടമൊന്നും ഇല്ല. അത് വേറെ കാര്യം. വെളിവെട്ടം ഇല്ല. നല്ല മഴക്കാരൊക്കെ കൂടി ഇരുണ്ട് നിൽക്കുക. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ എന്നെ കുറേ പ്രാവശ്യം വിളിച്ചെന്ന് പറഞ്ഞു. കാരണം അച്ഛയും അമ്മയും ലച്ചൂട്ടിയും ആമിയും ചിറ്റാമ്മയും അമ്മയും കൂടെ എന്നെ ഇട്ടിട്ട് ഇവിടുന്ന് പോയി കഴിച്ചു. വീടും പൂട്ടിയവർ പോയി. വീടും പൂട്ടിയവർ പേരപ്പേനെ കാണാൻ പോയതാണ് കേട്ടോ. എന്നെ കുറേ വട്ടം വിളിച്ചു. പക്ഷേ എൻ്റെ ഫോൺ അപ്പൂസിൻ്റെ കയ്യിലായത് കാരണം അപ്പൂസ് എടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഫോണായിരിക്കുന്ന അവർ മറന്നുപോയി. അപ്പോൾ അവർ പേരപ്പേനെ കാണാൻ വേണ്ടിയിട്ട് ആവണിയിൽ ഞങ്ങളുടെ വലിയ വീട്ടിലോട്ട് കുടുംബത്തോട്ട് പോയി. അപ്പേരെ അടുത്തോട്ട് പോയി. അവർ ഓട്ടോ വിളിച്ച് പോയെന്ന് പറഞ്ഞു. ഞാൻ മഴ നനഞ്ഞ് പിള്ളേരെ കാണാൻ കൂടി വന്നതാണ്. അപ്പം എൻ്റെ പിള്ളേരെയും കൊണ്ട് എൻ്റെ അപ്പനും അമ്മയും പോയി. അയ്യോ, ഇനി ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കണം. അവർ വിടുന്നു. അയ്യോ, ഇന്നത്തെ മഴക്കാറ് എനിക്ക് പേടി. ഇതിനകത്ത് വീട്ടിലൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനിവിടെ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പുറത്ത് ഇപ്പം വിളിച്ച് അച്ഛനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ നിങ്ങളവിടെ പോയി. ഞാൻ ഓർത്തി ഇനി അപ്പുറത്ത് അതേ കുട്ടി ബെല്ലടിച്ച് എടുക്കാൻ ഞാൻ ഓർത്തി ഞാൻ അപ്പുറത്ത് പോയി കാണുമെന്ന് വിചാരിച്ചു. ചേട്ടാ എടുത്ത് അവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം. താക്കോൽ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കാർത്തിക വീട്ടിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വച്ചൊന്ന് തുറന്ന് കയറാം. ഞാനാണെങ്കിൽ നനഞ്ഞ കോഴിയൊക്കെ പോയി ഇരിക്കത്തില്ല. ഉണ്ടോ ഒട്ടിയിരിക്കുന്നുണ്ടോ? നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കാണിച്ചില്ല. അതേപോലെ ഇരിക്കുക. ഒട്ടിയിരിക്കുക. വെള്ളം പിടിച്ചിരിക്കുക. ഈ ഡ്രസ്സ് ആണെങ്കിൽ ബ്ലാക്ക് ആയതുകൊണ്ട് ഒന്നും കാണാത്തത്. അതായത് നനഞ്ഞതെടുത്തറിയാത്തത്. അതുകൊണ്ട് ഷിഫോണും കൂടെ ആയതാണ് വെള്ളം പിടിക്കുന്നില്ല. പുറത്ത് വന്ന് വെള്ളം നിൽക്കുന്നുള്ളത്. പക്ഷേ ഈ തുണിയിൽ ഭയങ്കരമായിട്ട് വെള്ളം ഇത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ കടയിൽ ഞാൻ മഴ ഇപ്പം മാറും എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിന്ന്. പിന്നെ ചേച്ചി ഞാനും കൂടെ കുറച്ചില്ലായിരുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങളും ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളും ഞങ്ങളുടെ ഓരോ ഇതും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ സമയം പോയി. ഞാൻ പിന്നെ കുറഞ്ഞൊന്ന് കണ്ടപ്പോൾ ഇറങ്ങിയതേ അതിലും വലിയ മഴയായിപ്പോയി. ചങ്ങനാശ്ശേരി നല്ല മഴയായി. ഇവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ ചങ്ങനാശ്ശേരി മഴയില്ലെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ചേച്ചിയെ വിളിച്ച് ചോദിച്ചിട്ട് ഇറങ്ങി. പക്ഷേ ഞാൻ അവിടെ നിന്ന് എത്തുന്നതിന് മുന്നേ മഴ പെയ്തു. മഴയാന്ന് വിളിച്ച് പറഞ്ഞു. ചേച്ചി എന്നെ വിളിച്ചപ്പോൾ എന്നെ കിട്ടിയില്ല. കാരണം ഫോൺ വണ്ടിക്കകത്തിരുന്നാണ് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോയി താക്കോലോട് വന്നിട്ട് അത് ഓർന്നിട്ട് നമുക്ക് അത്ത് കയറാം. ഞാൻ ചോറുണ്ടല്ലോ. ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 2:30 ആയെന്ന് തോന്നി. 2 മണിയായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. നോക്കട്ടെ, ഞാൻ ചോറുണ്ടിട്ട് പിന്നെ അവർ വരുന്നവരെ നോക്കിയിരിക്കാം. അപ്പൂസിനെ വിളിച്ചാൽ എൻ്റെ ഇടയ്ക്ക് ഞാൻ. അപ്പോൾ അപ്പൂനെ വിളിച്ചപ്പോൾ ഉറങ്ങുവാന്ന് പറഞ്ഞു. കിടന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചു. മിസ്സിങ് ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് മിസ് അടിക്കാൻ പറ്റാത്തതാണ് ഞാൻ വണ്ടി എടുത്ത് ഞങ്ങളുടെ പോയത്. പിന്നെ ഞാൻ പോയി താക്കോൽ വാങ്ങിക്കട്ടെ. താക്കോൽ വാങ്ങിക്കാൻ മടിയായിട്ട് ഇട്ടിരിക്കുന്നത് മഴയാണ്. പിന്നെ ഞാൻ ഹെൽമെറ്റ് വെച്ച് തന്നെ അങ്ങോട്ട് നടന്നു വാങ്ങിക്കട്ടെ. എനിക്ക് വിറച്ചിട്ട് വയ്യുന്ന ഇങ്ങനെ ഉള്ളു കൊണ്ട് നെഞ്ചി കിടന്ന് പിടിപിടാന്ന് വിറച്ചിട്ട് ഇടിക്കുന്നത്. ഞാൻ കുളിച്ച പാടെ പെട്ടെന്ന് കുളിച്ചു ടക്കേന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവായിരുന്നു. ഇറങ്ങിയപ്പോൾ അമ്മച്ചൻ ചോദിക്കുകയാണ്, അപ്പൂച്ചിയെ കാണാൻ പോവാണോ, അപ്പൂച്ചി ഇട്ട് പോവാണോ എന്ന് ചോദിച്ചിട്ട് ടാറ്റ കുഞ്ചു ടാറ്റ എന്ന് പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ കരയുന്നാകും. എൻ്റെ കൂടെ സ്കൂട്ടറിൽ കയറി എടുത്തിട്ടുണ്ടെങ്കിൽ കയറാൻ കരയുന്നു. പക്ഷെ കരഞ്ഞിരിക്കുന്നു. ഉടുപ്പൊന്നും ഇടായിരുന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് അമ്മ നിർത്തിയേക്കായിരുന്നുകൊണ്ട് ഞാൻ പോയി വാങ്ങിച്ചിട്ട് ഓടി വരട്ടെ. ഇനി ഞാൻ വാച്ചകം പറയുന്നത് ശരിയാകത്തില്ല. മഴ കൂടുന്നതേ ഉള്ളൂ. ഇതിരുന്നാൽ ഞാൻ എനിക്ക് വിറയ്ക്കും. അറിയാമേ നീ അവിടെ പോരാടി എണ്ണീറ്റിട്ട് ഇവിടെ പോരാടി. ഞാൻ മുന്നേ ഒറ്റ മനുഷ്യന്മാരില്ല ഇവിടെ. ഈ ചിറ്റാമ്മ തത്തിക്കൊണ്ട് പോയോ? ചിറ്റാമ്മയും കുരാരി അവരെ കൊണ്ടുപോയി രണ്ടിനെ. ആ വേണ്ടുണ്ട് എൻ്റെ മറിയാമ വേണ്ടുണ്ട്. ചേച്ചിമ്മയെ കണ്ടപ്പോൾ ഉള്ള ചിരിയ കൊടുത്തോ? അത്രയ്ക്ക് സേഖമാണോ? ഓ പിന്നെ ഭൂമി
ചക്കരി ഉമ്മ കൊടുത്താ മതി. നിങ്ങൾ എവിടെ പോയതാടി എണ്ണീട്ടിട്ടാമി? നീ ആരെ കാണാൻ പോയതാ? എപ്പഴേ അമ്മേനെ? പീനാമേനെ കാണാൻ പോയതാണോ? പീനാമ എന്നാ പറഞ്ഞ്? വെല്ലച്ചനെ കാണാൻ പോയതാണോ? പീനാമ വെല്ലച്ചൻ എന്നാ പറഞ്ഞ്? നീർച്ചേട്ടൻ എന്നാ പറഞ്ഞ്? എന്റെ കയ്യിലെ വാവൊക്കെ മാറിയോ? വിച്ചു വാങ്ങിച്ചു തന്നോ? ചിന്നോ? ഒരു മറിയാമേ അറിയാമോ? അവളെ അപ്പി ഒന്നും ചോദിച്ചൊന്നുമില്ല. പോരകല്ല മുറ്റര് ചോദിച്ചൊന്നുമില്ല ആള്. പോരാ പോരകല്ല അടി എറ്റൂട്ടി മഴ. ആമേ ആമേ അപ്പൂച്ചെന്തി എവിടെ പോയി? ആലൂടെ പോയോ? മോനെ പറ്റിച്ചു പോയതാണോ അപ്പൂച്ച? മോൻ പറഞ്ഞില്ല അപ്പൂച്ചനെ വേണ്ടെന്ന്. അതുകൊണ്ട് അപ്പൂച്ച പോയതാ. ഇവിടുന്ന് പോയി അമ്മയോട് പിണങ്ങി മാറാൻ പോയി. അപ്പൂച്ച മാറി വേറെ അപ്പൂച്ച വരും. അതൊക്കെ വേണ്ട പോരാ കല്ല. ഹര 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 ശങ്കര പാടിക്കൊടുക്ക്. ലച്ചുട്ടി പാടിക്കൊടുക്ക്. ശിവ 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 ശങ്കര പാട്. ശങ്കര ദുരിത സമന നായക ബോധയാമയ പാട്. കൊടുത്തു. നാളെ ബിക്കറ്റ് കൊടുത്തു. നീ പിയാമ്മയുടെ വീട്ടിൽ പോയപ്പം 4 ബിക്കറ്റ് നീർച്ചേട്ടായി കൊടുത്തു. പിന്നെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീ മാത്രം. കാരണം നമ്മളിവിടെ പുൽക്കൂടൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പുൽക്കൂടുണ്ട് ഇപ്പോഴും മേൽ തന്നെ ഇരിപ്പുണ്ട്. ഇപ്രാവശ്യം നമ്മളൊരു ക്രിസ്മസ് ട്രീ, അതും റെഡ് ക്രിസ്മസ് ട്രീ, സ്പെഷ്യൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ ഉണ്ടാമി? പൂപ്പറാണോ? കാണിക്കട്ടെ കുഞ്ചി. എല്ലാരോടും പറ, നോക്കാൻ പറ, നോക്കിക്കോണേന്ന് പറ. ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങളോട് വരാൻ വേണ്ടിയിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും കൊടുത്തില്ല, പെട്ടെന്നാക്കിയിട്ടുണ്ട്. റെഡ് ക്രിസ്മസ് ട്രീ. ആമി എങ്ങനെയുണ്ട്? സൂപ്പർ. ഇവിടെ നിന്നിട്ട് പറ കുഞ്ചി എടുത്ത്. പൂപ്പറാണ്. നീ ബാക്കിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിക്ക്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അടിപൊളിയാണോ? ചെട്ടി നോക്കി അടിപൊളിയായിട്ടാണോ ഉണ്ടാക്കി കുഞ്ചി? ഉമ്മ കൊടുത്തോ? വെളച്ചില്ലേ? അപ്പൂച്ച ഞെട്ടിപ്പോവും. ഞാനപ്പ അതിന്റെ അടിയില് മുട്ട വെട്ടി വീണേനെ. ഞാൻ അടിയില് പേപ്പറാണ് കേട്ടോ. അത് ഞാൻ പേപ്പർ ആ ഷേപ്പിൽ എടുത്തിട്ട് അതിനകത്ത് കളർ അടിച്ചേക്കുവാണ് കേട്ടോ. തടി പോലെ. പക്ഷെ കുറച്ച് കട്ടക്കുറവുണ്ട്. എന്റെ ബ്രൈറ്റ്നസ് കുറവാണ്ട് എനിക്ക് തോന്നിയായിരിക്കും. ഒരു കുഞ്ഞിക്ക ട്രീ. പക്ഷെ ഗ്രീൻ ആണ് ഒന്നുകൂടെ രസമായിരുന്നു അല്ലേ? പച്ച കളറാണ് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട്. സൂപ്പറായിരുന്നു. ഇത് നല്ല രസമുണ്ട്. ഇതിനകത്ത് വേണം ലൈറ്റിങ്ങിന് ഇടാം. ഇങ്ങനെ ക്രോസ് കൊടുക്കും. ഞാൻ പിൻട്രസ്റ്റിന് അതിങ്ങനെ നടക്കുന്നുണ്ട്. പണ്ട് ഭയങ്കര വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് വെളിയിലൊക്കെ. ഇവിടെ ഇപ്പൊ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോ നമ്മൾ ഒട്ടിച്ചില്ലേ, അതേപോലെ തന്നെ ക്രോസ് മറ്റേ മാൽബ ഇതില്ലേ, അതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഒന്നുകൂടെ എടുത്ത് ഒടിച്ച് നിൽക്കും. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറാ. ക്രിസ്മസ് ട്രീ എടുത്തിട്ടുണ്ട്. കൊറേ അലങ്കോലപ്പരി ഇത് കഴിഞ്ഞിട്ട് അലങ്കോല പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ പുറത്ത് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ മസായിട്ട് കുറച്ച് ബോൾസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ അങ്ങനെ വെച്ചു.
നമുക്ക് വലിയ ഒരെണ്ണം ഉണ്ടെങ്കിൽ മറ്റേ ഹാപ്പി ക്രിസ്മസ് എന്നുള്ള ഇവിടെ ചെറിയൊരു മേരി ക്രിസ്മസിന്റെ ഇതുണ്ട്. ഇതൊരെണ്ണം ഉണ്ട്, ഇതിനകത്ത് ഒരെണ്ണം ഉണ്ട്, പിന്നെ ഇത്രയും ബോൾസുകൾ ഇങ്ങനത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ആമിക്ക് നല്ല ഇഷ്ടമായി അല്ലേ ആമി? ആമിക്ക് നല്ല ഇഷ്ടമായി. ആമിച്ച പറഞ്ഞ പിന്നെ ഒപ്പിയില്ല. ആ എന്നാ തിന്നുന്നേ? കേക്ക് സൂപ്പറാണോ കേക്ക്? ആരുണ്ടാക്കിയ കേക്കാ? പൂച്ച ഉണ്ടാക്കി കേക്കാണോ? പൂച്ചയെ കാണാൻ തോന്നിട്ട് വിഷമം വരുന്നില്ലേ? സങ്കടമുണ്ടോ? പറ. സങ്കടം ഇല്ല. അതെ അപ്പൂച്ചോട്ട് വേറെ ഉണ്ടെന്ന് പറ. പൂച്ചയെ മാറ്റിയെടുക്കാൻ പോയതാ. പൂച്ച പൂച്ച മാറ്റിയെടുക്കാൻ പോയതാ. എറണാകുളത്ത് പോയി മാറി. അയ്യോ അപ്പൂച്ചി ആമിക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട് അപ്പൂച്ചി പോയി. ഷോ നോക്കിക്കേ, ഷോ വൻ ഷോ. ഭയങ്കര ഷോ ആണ്. ചാടാതെ ചവച്ചി ഇന്നിട്ട് നടക്ക്. അമ്മ ഭയങ്കര പാത്രം കഴുകാണ് കേട്ടോ. നമുക്ക് ഒപ്പം പിന്നെ ഉണ്ടാക്കിയിട്ട് ബാക്കി അരച്ചേൻ്റെ ഒക്കെ പാത്രം കഴുകി വെക്കണം കേട്ടോ. മമ്മി ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. മമ്മി കാണാൻ പാ. മമ്മി അമ്മ കണ്ടില്ല കേട്ടോ. അമ്മനെ പറ്റി കാണിക്കട്ടെ. കറി വെച്ചെന്നു? അത് വേറെ. ആ കപ്പക്കറി വെച്ചെന്ന്. ആ എനിക്കറിയാം, മനസ്സിലായി. ഇങ്ങനെ കഷ്ണമായിട്ട് അമ്മ കണ്ടിച്ചിട്ട് നേരത്തെ വെക്കുന്നതല്ലേ? അത് വെച്ചിട്ട് മനസ്സിലായി. മറ്റേ തേങ്ങ അരച്ച് വെച്ചു അതല്ലേ? മനസ്സിലായി. ഞാൻ ഓർത്തല്ലോ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഒന്നും ആക്കിപ്പോയി. നേരത്തെ മുള്ളുള്ള മീൻ്റെ ഒക്കെ കൂടെ ഭയങ്കര മുള്ളുള്ള മീൻ്റെ കൂടെ കിട്ടാൻ നോക്കത്തിട്ട് അമ്മച്ചിയാ. കൊറേ നേരമായിട്ട് അല്ലേ? ചുമ്മാ എന്റെ ഐഡിയ ഒന്നും അല്ല കേട്ടോ. ഇത് എന്റെ ഐഡിയ ഒന്നും അല്ല. ഇത് പണ്ട് പിൻട്രസ്റ്റിൽ കിടക്കുന്ന ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ വെളിയിലുള്ള നേരത്തെ വർഷങ്ങൾക്ക് മുന്നോട്ട് എല്ലാരും ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലല്ല, പുറം രാജ്യത്ത് ഇപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒത്തിരി പേരും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ പിൻട്രസ്റ്റ് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇതിങ്ങനെ കണ്ട വീഡിയോ. ബൾബല്ല അത്, നമ്മുടെ തോരണ ഇല്ല ഇങ്ങനെ കളറ്. അതിങ്ങനെ 5 എണ്ണം ഞാൻ വാങ്ങിച്ചുള്ളൂ. 5 എണ്ണം ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണത്തിൽ 15 രൂപ കണ്ടായിരുന്നു. 5 എണ്ണേ ഉള്ളൂ. 5 എണ്ണം ഇങ്ങനെ ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ ക്രോസ് വെച്ചിട്ട് ഒട്ടിച്ച്. ഇത് പേപ്പർ. അമ്മയുടെ ബുക്കിലെ പേപ്പർ. അമ്മയുടെ ബുക്കിലെ പേപ്പർ വെച്ചതാ. അമ്മയുടെ ബുക്കില് എന്നിട്ട് അതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കീറിയിട്ട് അതിന്റെ പുറത്ത് പെയിന്റ് കളർ അടിച്ചാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ കടയിലെ സാധനങ്ങൾ. ഇത് 2 പാക്കറ്റ് ഞാൻ കൊണ്ട് നേരത്തെ കൊണ്ട് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ചെയ്യാൻ പറ്റും, ചെയ്തില്ല. നമ്മൾ ഉൾക്കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാ ശരി. അതെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ആക്രിക്കാര് എടുക്കാൻ വരുന്നവരൊക്കെ തമിഴ്നാട്ടുകാരൊക്കെ ഒത്തിരി പേര് വരുന്നതാണ്. അപ്പം എങ്കിലും നമ്മൾ പൈസ കൊടുത്ത് അത്ര സാധനം വാങ്ങിച്ചല്ല. അവർ എടുത്തിട്ട് നമ്മളില്ലെന്ന് എങ്ങനെ പറഞ്ഞിട്ട് പകലൊന്നും ഇവിടെ ഒത്തിരി ഉച്ച സമയത്തൊന്നും ഒത്തിരി ആൾക്കാർ കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ എല്ലാ ദൈവത്തിനും വിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്നത് ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലാണ്. അപ്പം അവർക്കും ഇതിലേ കൂടെ എല്ലാ ഞായറാഴ്ച അവർ പോകുന്നതാണ്. പിന്നെ അവരെ അറിയാവുന്നവരെല്ലാവരും പോകുന്നതാണ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം നമ്മളിവിടെ ഇല്ലെങ്കിലും നമ്മുടെ അഭാവത്തിലൊരു കാര്യം ക്രിസ്മസിനോട് അനുബന്ധിച്ചൊരു ട്രീ ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആഗ്രഹം ക്രിസ്മസ് ട്രീ എന്നോട് ഉണ്ടാക്കി വെക്കണമായിരുന്നു. പക്ഷെ എനിക്ക് അത് ഓർത്തിട്ട് പേടിയാറിനാണ് ചെയ്യാൻ. കാണുന്നത് 25-ന് മുന്നേ വരും. പക്ഷെ 25-നോ? ഹാപ്പി ക്രിസ്മസ്, ഡ്യൂട്ടി ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അച്ഛൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അച്ഛൻ വരുമ്പോൾ ഉള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പർപ്പിള് ഇതെന്നാ? നീല. ഇത് പച്ച, കുഞ്ചിട്ടേക്കുന്ന പച്ച. ഇത് ചുമപ്പല്ലേ? റെഡ്. മഞ്ഞ. യെല്ലോ. ഇത് യെല്ലോ കണ്ടോ?
അതോ? അത് റെഡ്. ഇത് യെല്ലോ. ഓറഞ്ച്. ഇത് പച്ച. ഗ്രീന്. ഐഷു ഹരിമുരളീരവം ഒന്ന് പഠിക്കേ. ഐഷ ഹരിമുരളീരവം. അത് ക്രിസ്മസ് പാപ്പ. ആരാ? അതാരാ? ക്രിസ്മസ് പാപ്പ. പറ. പാപ്പ. ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞെന്ന്. പോരല്ല. ഈ പോരകള വിളിയാട്ടെ. നമ്മളെ ബോഡി പോയിട്ട് പറയുന്നത്. ആ ഹരിമുരളീരവം. ആ ഹരിത വൃന്ദാവനം. പാട്. ഹരിത രവം. ഹരിത വൃന്ദാവനം. ഹരിമുരളി വിട്ട് അടുത്ത ലൈൻ പാട്. ഹരിത വൃന്ദാവനം. അയ്യേ നന്നായിട്ട് പാട്. ഗുഗ്ഗകളൊക്കെ ആണെങ്കിൽ അങ്ങനെ പാടും. എന്നെങ്കിൽ മിന്നടി മിന്നാമിനിങ്ങ പാട്. മിന്നടി മിന്നാമിനുങ്ങി മിന്നും നക്ഷത്ര പിങ്ങി പാട്. ചുറ്റി ഒളിഞ്ഞു നോക്കുവാണ്. പൂമ്പാറ്റ ഇങ്ങനെ ഓടുന്നുണ്ട് അതിനകത്ത്, പാട്ടിനകത്ത്. പൂമ്പാറ്റയല്ല, അതിങ്ങനെ നമ്മുടെ ഇത് മിന്നാമിനുങ്ങി ഇങ്ങനെ വരുന്നത്. മിന്നടി പാടിക്കേ. മഞ്ഞ ബൾബ് ഒന്ന് പാടിക്കാവോ? മഞ്ഞ ബൾബുകൾ മിന്നി ഇങ്ങോട്ട് വന്ന് പാട് കുഞ്ഞാപ്രി. പ്രേതവാ. ഞാനൊന്നും തുറന്നിട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അവിടുന്ന് ഇപ്പൊ പിടിച്ചോണ്ട് പോക്കോളും. പുള്ളിപ്പൂച്ച വന്ന ആമീന് ഇപ്പൊ കൈ വന്ന് പിടിച്ചെടുത്തോണ്ട് പോവും. ഞാൻ പോവാണെങ്കിൽ കളഞ്ഞ കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൂച്ചയുടെ വേഗം വരാൻ പറ, കാണണമെന്ന് പറഞ്ഞ മോനും കുഞ്ചിക്ക് സങ്കടം വന്നു. വരത്തില്ലേ? മോനോട് പിണങ്ങി പോയതാണോ? മോനാണോ വഴക്കിട്ട അപ്പൂച്ച എടുത്ത്? എന്നാ പറഞ്ഞു? അപ്പൂച്ചയുടെ പേരുണ്ടെന്ന് പറഞ്ഞു. പൊക്കോന്ന് പറഞ്ഞോ? ആണോ? അയ്യോ പൂച്ചി സങ്കടമായി. പൂച്ച പോയ ചുമ്മാ അല്ല, ആമിയാ പറഞ്ഞ പൊക്കോളം കേട്ടോ. കണ്ടോ എന്നെ രഹസ്യം പറഞ്ഞേ. എന്നെ ഞാൻ കേട്ടില്ലേ? ആമയുടെ കട്ടിൽ കിടത്താവോന്ന് ഇവളെ. ആരെ വേണ്ട ചുട്ടി, അവിടെ മുറിയിലൊന്നും പോണ്ടേ ചുട്ടി. അങ്കാരിയാ അവള്. കണ്ടോ കിലി വേണ്ട, ഒത്തിരി കിലി വേണ്ട. ചേച്ചി മാല പിടിക്കാൻ അത് ചെയ്യല്ലേ. മോനോട് ഇഷ്ടമാവോ കഥ? ഇഷ്ടം കൂടുന്നു. എന്നാന്ന് ചോദിച്ചു കുഞ്ചിയുടെ അടുത്ത്. എന്നാ ചുട്ടി എന്നാ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കണ്ടേ? നമ്മളെന്നെ ഇന്ന് തുടങ്ങി. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഞാനും എൻ്റെ അമ്മയും കൂടി ഇന്ന് എടുത്ത വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നേച്ചി ഒന്ന് പറ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. ഞങ്ങൾ ആമച്ചേച്ചിയുടെ ഉടുപ്പ് ഇട്ടുകൊണ്ട് വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു കൈ. ആമച്ചേച്ചി ഒരു കൈ പിടിച്ച് വലിച്ച് ഇതാക്കിയിട്ടേക്കുന്നേ. കണ്ടോ വിളച്ചിട്ട് മറിയാമര കളി.
അയ്യോ എച്ചൂട്ടി എന്തിയേ? അയ്യോ എച്ചൂട്ടി എന്തിയേ? ഇവിടെ ഉണ്ടായിരുന്നു. എടാ താങ്കൾ വീഡിയോ അവസാനിപ്പിക്കാൻ വരുന്നുണ്ടോ? പാറ്റേ 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 കണ്ണേ പാറ്റേ കണ്ണേ പാറ്റേ കണ്ണേ. കാണിക്കുന്ന ഒരുപാട് നോക്കി വെളിച്ചിലും അറിയാമോ? ഞാൻ അങ്ങോട്ട് കയറി വരാം. വെളിച്ചിലും അറിയാമോ? അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. നാളെ കാണാം. നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക, ഇടിച്ചു പൊട്ടിക്കുക. ഞാൻ ഈ കുഞ്ഞുപുഴുവിനെ എടുത്ത് കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ടാറ്റ ടാറ്റ പറ. ടാറ്റ ടാറ്റ കാണി. ചാറോട്ട് ചാടില്ല. ടാറ്റ കാണി. ടാറ്റ. ചക്കിരി ഉമ്മ. എല്ലാവരും ചക്കിരി ഉമ്മ ഇവിടെ കൊടുത്തേക്ക്.